ലോ ബഡ്ജറ്റും ഫുൾ ലോണും തിരയുന്നവര് ഹെൽമെറ്റ് അഴിച്ചു മാറ്റി വേഗം പോകുന്നുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇട്ട് പോകാം. സാധാരണ വിലയിൽ സാധാരണക്കാർക്ക് പറ്റിയ ജനപ്രിയ വണ്ടികളാണ് ഇവിടെ സ്റ്റോക്കുള്ളത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാരുതി സുസുക്കി ഡീലറായ KVR ഓട്ടോ കാർസിന്റെ മലപ്പുറം തിരൂർ മൂച്ചിക്കൽ 2 വാല്യൂലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. 30,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന ഈ ഒരു വലിയ യാർഡിൽ നിങ്ങൾ നോക്കിക്കാണുന്ന ആൾട്ടോ കാറുകൾ, അതുപോലെ തന്നെ വാഗനർ ബൾക്കായിട്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ടു താനൂർ റോഡ് മൂച്ചിക്കൽ പാലത്തിന്റെ തൊട്ടടുത്തുള്ള ഷോറൂമാണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലോട്ട് പോകാം. പുത്തൻ മോഡൽ വാഗനർ ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെ നമുക്ക് ആദ്യം അത് നോക്കാം അല്ലെ, ബ്രൗൺ കളർ. നമുക്ക് ആദ്യം ബ്രൗൺ കളർ വണ്ടി നോക്കാം. ഇത് മോഡൽ എത്രയാണ് ദിവസം? ഇത് 2022 മോഡൽ. 2022 മോഡൽ. ഓപ്ഷൻ വരുന്നത് ZXi ആണ്. ഇത് ഓട്ടോ എത്രയാണ്? 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി പക്കാണ്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് അല്ലെ. വണ്ടി കുഴപ്പമൊന്നുമില്ല, കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ്. ബ്രൗൺ കളർ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വണ്ടി തന്നെയാണ്, കളർ തന്നെയാണ് ബ്രൗൺ കളർ. പിന്നെ വണ്ടി നല്ല ലുക്കിൽ തന്നെയാണുള്ളത്. നല്ല മാർക്കറ്റ് എല്ലാവർക്കും അറിയാതായി, നല്ല മാർക്കറ്റിലുള്ള വണ്ടി തന്നെയാണ്. പിന്നെ മുമ്പൊക്കെ നമ്മള് വാഗ്നർ ആദ്യം ഇറങ്ങിക്കൊണ്ടുപോയ വാഗ്നറിലെ അതൊക്കെ നമ്മൾ എന്താ പറയാ, പെണ്ണുങ്ങളെ വണ്ടി സോപ്പും പെട്ടി എന്നൊക്കെ പറയല്ലേ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ പുത്ത മോഡൽ വാഗ്നർ ഇറങ്ങിയതിനു ശേഷം ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ വണ്ടി എടുക്കാൻ തന്നെ. അപ്പോ ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ്? 6,30,000 ആസ്കിംഗ് പ്രൈസ് 6,30,000 ചോദിക്കുന്നത്. വില ഓക്കെ. പിന്നെ ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് റേറ്റിന്റെ 90% കുറച്ച് കൊടുക്കല. അപ്പോ ഇതിന് ചോദിക്കുന്നത് 6,30,000 ആണ്. വില കുറച്ച് തരും. ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. പിന്നെ നമ്മൾ ഓണത്തിന്റെ ഓഫർ ആയിട്ട് ഇപ്പൊ പോളിഷിംഗ് ആക്സസറീസ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് പിന്നെ 6 താത്തി കൊടുക്കൂലേ? 6,30,000 നിങ്ങൾ ചോദിക്കുന്നത്. 6 താവോ? താത്തി കൊടുക്കും അല്ലേ? ഓക്കെ. 6 താഴെ പോരാനുള്ള ചാൻസ് ഉണ്ട്. കമ്പനി 1 ഇയർ വാറന്റി 3 സർവീസ് ഒക്കെ കൊടുക്കുന്ന വണ്ടി. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വണ്ടി ഒരു വൈറ്റ് കളറുള്ള വാഗനർ ആണ്. നിങ്ങൾ അവിടെ നോളി. വൈറ്റ് വണ്ടി. ഇത് മോഡൽ എത്രയാണ്? 2019 മോഡലാണ്. 19 മോഡൽ, 20 വയസ്സ്. ഓപ്ഷൻ VXi. ഓക്കെ. ഓണർഷിപ്പ് എത്ര തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓട്ടോ ഉണ്ട്? 48,000 കിലോമീറ്റർ ഓടിക്കും അല്ലേ? പിന്നെ ഇത് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നീറ്റ് ആണ്. ഓക്കെ. സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്കാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് കമ്പനി ചോദിക്കുന്ന വില ആണെങ്കിൽ 5,40,000. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. കുറച്ച് കൊടുക്കും. 5,40,000 ചോദിക്കുന്ന വില കുറച്ച്. നമുക്ക് പോളിഷിംഗ് ആക്സസറീസ് ഒക്കെ ഓണത്തിന്റെ ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്തു തരും. ഓക്കെ. കസ്റ്റമർ വരുവാണെങ്കിൽ നല്ലപോലെ ഒന്ന് കണ്ടു. 1 ഇയർ വാറന്റി, അതുപോലെ തന്നെ 3 ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വണ്ടി കൂടി നോക്കാം. നമുക്ക് ഒരു വൈറ്റ് കളർ തന്നെയാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 2020 മോഡൽ. 2020 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇത് ഓപ്ഷൻ വരുന്നത് VXi വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ആയിക്കണ്? ഇത് 20,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 20 ഓടിക്കുള്ളൂ. ഓക്കെ. വണ്ടി പക്കാണല്ലേ? വണ്ടി പക്ക. പിന്നെ നമ്മൾ 1 ഇയർ വാറന്റി 3 സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതെ. അപ്പൊ നമ്മൾ ഇവിടെ 3 വണ്ടികളാണ് ഇപ്പൊ പരിചയപ്പെട്ടിട്ടുള്ളത്. ആദ്യം നമ്മൾ ഒന്നുകൂടി പറയാം. 2022 മോഡല് ബ്രൗൺ കളർ വണ്ടി, വെറും 10,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഓപ്ഷൻ വരുന്നത് ZXi ആണ്. ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്നത് 6,30,000 ആണ്. വില താത്തി തരും. മാക്സിമം 6 താത്തിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിക്കളി, ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. അപ്പൊ രണ്ടാമത്തെ വണ്ടി 2019 മോഡല് 20 റൈസൺ ആയിട്ടുള്ള വെറും 48,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഇതിന് ഇവർ ചോദിക്കുന്നത് 5,40,000 ആണ്. വില താത്തി തരും. ഫിക്സ് റേറ്റ് അല്ല. അടുത്തത് 2020 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിന് എത്ര കിലോമീറ്റർ? 20,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഇത് 3 വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടം കുറവാണ്. പിന്നെ ഇതിന് ചോദിക്കുന്നത് നിങ്ങളെത്ര ചോദിച്ചത്? 5,50,000 ആണല്ലേ? നമ്മൾ വില ചോദിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, സോറി. 5,50,000 ആണ്. ഓക്കെ, റേറ്റ് നെഗോഷ്യബിൾ ആണ്. 5,50,000 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും. ായിട്ട് നമുക്ക് 3 ആൾട്ടോ 800 നോക്കാം. ആൾട്ടോ 800 നിങ്ങൾ ഇവിടെ കാണുന്ന മറൂൺ കളർ 2023 മോഡലാണ്. അതുപോലെ തന്നെ വൈറ്റ് കളർ വരുന്നത് 2016 മോഡലാണ്. പിന്നെ ഈ ഗ്രേ കളർ വരുന്നത് 2022 മോഡലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ചോദിച്ചറിയാം ഇതിന്റെയൊക്കെ എന്ത് പാടുന്നുള്ളത്. നമ്മൾ ആദ്യം ഇത് നോക്കല്ലേ. ഇത് മോഡൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2023 ആണ്. ഇത് ഓപ്ഷൻ വരുന്നത് ഏതാണ്? LXi ഓപ്ഷൻ ആണ്. ഇത് ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിക്കണേ? ഇത് 14 ഓടിയിട്ടുണ്ട് അല്ലേ? പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഹിസ്റ്ററി പക്കാണല്ലേ? വേറെ അപകടങ്ങളൊന്നുമില്ല.
അതുപോലെ 3 സർവീസും നമ്മൾ കൊടുക്കാൻ വാറണ്ടി ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് റേറ്റ് വരുന്നത് 3,80,000 രൂപ. 3,80,000 നിങ്ങൾ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. വില കസ്റ്റമർ വരികയാണ്, വില കുറച്ച് കൊടുക്കും. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 4.5 വരെ 3.5 വരെ കൊടുക്കും. 3.5 വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 90% റേറ്റിന് 90%. ഒരു 30,000 മുടക്കുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഒരു 25,000 രൂപ മുടക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോകാം. നല്ല സിബിൽ സ്കോർ, നല്ല ട്രാക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി 2016 മോഡലാണ്. ഇത് ഓപ്ഷൻ വരുന്നത് ഇത് LXI ഓപ്ഷൻ അല്ലേ? ഇത് എത്ര ഓട്ടം ഉണ്ട്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ ഓട്ടം. 30,000 കിലോമീറ്റർ ഓടിക്കുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഇത് റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ? ഓക്കെ. ഇതിന് നിങ്ങൾ ആസ്കിംഗ് പ്രൈസ് എത്ര ചോദിക്കുന്നത്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,40,000 രൂപ. 2,40,000 നിങ്ങൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. വില കുറച്ച് കൊടുക്കും അല്ലേ? റേറ്റ് കൊടുക്കും. ഇതൊക്കെ മാക്സിമം ലോണും മാക്സിമം ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. നല്ല സിബിൽ സ്കോർ, നല്ല ട്രാക്കുകൾ ഫുൾ ലോൺ ഇതിന് കിട്ടും. 2,40,000 ചോദിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തത് ഒരു ഗ്രേ കളറുള്ള വണ്ടിയാണ്. ഗ്രേ കളറിൽ ഇത് മോഡൽ വരുന്നത് 2023 മോഡലാണ്. ഇത് ഓപ്ഷൻ വരുന്നത് LXI ഓപ്ഷൻ അല്ലേ? ഇത് എത്ര ഓടിക്കുന്ന വണ്ടി? ഇത് 12,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നു. ഇത് ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. ഇത് വണ്ടി റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വേറെ അപാകതകളൊന്നുമില്ല. ഓക്കെ ഓക്കെ. വണ്ടി നീറ്റ് ആണല്ലേ? കസ്റ്റമർക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും. നമ്മൾ 1 ഇയർ വാറണ്ടി, അതുപോലെ തന്നെ 3 സർവീസ് നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് നിങ്ങൾ ചോദിക്കണ എന്ത്? 4 രൂപ ചോദിക്കണം. 4,20,000 രൂപ. 4,20,000 ചോദിക്കുന്നത്. ഇത് മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. നമുക്ക് വെരി ലോ ബഡ്ജറ്റ് വണ്ടികൾ നമുക്ക് നോക്കാം. ഇത് ഏതാണ്? ഫോർഡിന്റെ ഫിയസ്റ്റ അല്ലേ? ഓക്കെ. ഇത് മോഡൽ എത്രയാണ്? 2007 മോഡലാണ്. ഓക്കെ. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ കണ്ടീഷൻ പുതിയത് നിങ്ങൾ എടുത്തു കൊടുക്കും? പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. ഓക്കെ. എടുത്തിട്ടുണ്ട് ഓൾറെഡി. വണ്ടി എന്ത് അപാകതകളുണ്ട്? അപാകതകളില്ല. കണ്ടീഷൻ വണ്ടിയാണ്. നിലവിൽ റണ്ണിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് ഓട്ടോ കാര്യങ്ങളൊക്കെ സംതിങ് കൂടിയുണ്ട്. റീപെയിന്റ് ഒക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഉണ്ടാവില്ല. റീപെയിന്റ് ഒക്കെ കയറിയിട്ടുണ്ടാവില്ല. ബമ്പർമുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ഇപ്പൊ നിലവിൽ കണ്ടീഷൻ ഒക്കെ റണ്ണിംഗ് കണ്ടീഷൻ. ഓക്കെ. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,00,000 രൂപയാണ്. 1,00,000 നമുക്ക് ഒരു 90-85 രൂപ കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കും. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ 2007 മോഡൽ ഫോർഡിന്റെ ഫേസ്റ്റ് ആണ്. ഇതിന് ചോദിക്കുന്നത് എത്ര ചോദിച്ചത്? 1 lakh ആണ് ചോദിച്ചത്. മാക്സിമം ഒരു 90 രൂപക്കൊക്കെ 80-85 രൂപക്കൊക്കെ തരും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോക്കി കളി. പുതിയ പേപ്പർ ഒക്കെ ഓൾറെഡി എടുത്തിക്കണ്. അപ്പൊ നമുക്ക് അടുത്തത് ഒരു നാനോ കാർ നോക്കാം. നാനോ കാർ ഇത് പിന്നെ എത്ര മോഡലാണ്? ഇത് 2014 മോഡൽ. 2014 സിംഗിൾ ഓണർ ആണ്. 14 മോഡലാണ്. കണ്ടീഷൻ വണ്ടിയാണ്. നല്ല വണ്ടിയല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. റണ്ണിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണ്. 70 രൂപ കമ്പനി എത്ര ഇത് ഓട്ടോ ഉണ്ട് വണ്ടി? 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ വരുന്നില്ല. ഫ്രണ്ട് 2 വിൻഡോ വരുന്നുണ്ട്, ബാക്കില്ല. പവർ വിൻഡോ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ഓക്കെ. ഫ്രണ്ട് 2 പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ടയറുകളൊക്കെ വണ്ടി റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. വണ്ടി വേറെ അപാകതകളൊന്നും ഇല്ല. ഇത് എത്ര കൊടുക്കാം? 70 രൂപ കമ്പനി ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ലാസ്റ്റ് ഒരു 65-60 രൂപ നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ. 70 രൂപയാണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് ഒരു ആൾട്ടോ കാർ നോക്കാം. ആൾട്ടോ കാർ 2010 മോഡൽ. ഇത് കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള ഉള്ളു നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. വണ്ടി കാണാൻ കുറച്ച് വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് എത്ര മോഡലാണ്? 2010 മോഡൽ. പേപ്പർ കാര്യങ്ങളൊക്കെ 2010 ആകുമ്പോൾ പേപ്പർ എടുക്കാൻ 15 വർഷം ആയിട്ടില്ല. ഓക്കെ ഓക്കെ. സോറി. ഇത് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 90,000 കിലോമീറ്റർ ഓടിക്കണം. 1,00,000 രൂപയാണ് ചോദിക്കുന്നത്. 1,00,000 നിങ്ങൾ നെഗോഷ്യബിൾ താഴത്ത് പോകില്ലേ? ഓക്കെ. താത്തി തരും. പിന്നെ 1,00,000 ചോദിക്കുന്നത്. വില കുറച്ച് തരും. അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിക്കളി. വാഗ്നർ നമുക്ക് പരിചയപ്പെടാം. ഇത് വാഗ്നർ എത്ര മോഡലാണ്? 2012 മോഡലാണ് അല്ലേ? ഇത് ഓപ്ഷൻ വരുന്നത് LXI ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 54,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് പെട്രോൾ പ്ലസ് LPG ആണ്. മൈലേജ് കൂടുതലുണ്ടാവും. തന്നെ ഈ പെട്രോൾ പ്ലസ് LPG അല്ലേ? അതായത് ഗ്യാസ് കഴിഞ്ഞാൽ പെട്രോൾ ഓടാം അല്ലേ? അടിച്ചാ പൊളി വണ്ടി. ഉള്ളു നോക്കുകയാണെങ്കിൽ പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് 2,50,000 രൂപ. 2,50 ചോദിക്കുന്നത്. 2012 മോഡൽ LXI ചോദിക്കുന്നത് 2,50. വില എനിക്ക് കുറയാണ്ടോ? നെഗോഷ്യബിൾ ആണ്. നമ്മൾ കസ്റ്റമർ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാവും. തന്നെ കുറച്ച് തരും കേട്ടോ. 2,50 ചോദ്യം മാത്രം. പിന്നെ വില കുറച്ച് തരും. ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 2012 മോഡൽ LXI ആണ്. ആകെ 54,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിക്കളി കേട്ടോ. ഇത് എത്ര മോഡലാണ്? ഇത് 2011 മോഡൽ. ഓക്കെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? ഓക്കെ. വണ്ടി വേറെ അപാകതകളൊന്നും നീറ്റ് ആണല്ലേ? നീറ്റ് വണ്ടിയാണ്. ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ്? ഓണർഷിപ്പ് ആണ്.
സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓട്ടോ എത്ര ഓടി? 89,000 കിലോമീറ്റർ. 89 ഓടിക്കുള്ളൂ. 89 ഓടിക്കണ്. പിന്നെ സിംഗിൾ സെക്കൻഡ് ഓണർ. ഓക്കെ, 2011 മോഡൽ. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര ചോദിക്കണേ? ആസ്കിംഗ് റേറ്റ് 2,70,000 രൂപ ചോദിക്കുന്നത്. 2,70,000 ചോദിക്കില്ല. വില നെഗോഷ്യബിൾ ആണ്. 11 മോഡൽ ഇറ്റിയോസ് ലിവ. ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഇതിന് ചോദിക്കുന്ന വില 2,70,000 ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. വില കുറച്ച് വരും. ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. റിനോൾട്ടിന്റെ കിഡ് നോക്കാം. കിഡ് ഇത് എന്ത് പാട് വണ്ടി? ഇത് നല്ല വണ്ടിയാണ്. എത്ര മോഡലാണ്? 2016 മോഡൽ. 16 ആണ് അല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 75,000 കിലോമീറ്റർ ഓടും. 75 ഓടിക്കണം അല്ലേ? ഓക്കെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റാണ്. ഇന്ത്യയിലെ കാര്യങ്ങൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് 2,50,000 ചോദിക്കുന്നത്. 2,50,000 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂലേ? കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ. 2016 മോഡലാണ്. റിനോൾട്ടിന്റെ കിഡിന് പെട്രോൾ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് 1000 cc വണ്ടി, മിഡിൽ ഓപ്ഷൻ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ 1000 cc ആണ് ഇഞ്ചിൻ വരുന്നത്. പിന്നെ 2016 മോഡല്. ഇതിന് ചോദിക്കുന്ന വില 2,50,000 ചോദിക്കുന്നത്. വില കുറച്ച് തരും. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിക്കാളി. റിനോൾട്ടിന്റെ ഡസ്റ്റർ നോക്കാം. അടിച്ചാപ്പുലി വണ്ടി. ഇത് ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഇത് മോഡൽ എത്രയാണ്? 2012 മോഡൽ. 2012 മോഡൽ. ഇത് ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. പിന്നെ ഇത് എത്ര cc ആണ് വരുന്നത്? ഇത് 110 ആണ്. ഓക്കെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഇന്റീരിയർ എക്സ്റ്റീരിയർ നോക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ല? വണ്ടി നല്ല നീറ്റിൽ തന്നെ. ഓക്കെ. ഇതിന് എത്ര ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്ന റേറ്റ് 3,60,000. 3,60,000 ചോദ്യം അല്ലേ? നെഗോഷ്യബിൾ ആണ്. വില കുറയും. കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. വീണ്ടും നമുക്കൊരു മാരുതിയുടെ വാഗ്നർ നോക്കാം. വാഗ്നർ ഇത് 2017 മോഡലാണ്. ഏതാണ് ഓപ്ഷൻ? VXi ആണ്. ഓക്കെ. വണ്ടി എന്തുപാട്? വണ്ടി നല്ല നീറ്റാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പക്ക. എത്ര ഓടിക്കുന്നത്? ഇത് 75,000 കിലോമീറ്റർ. 75 ഓടിക്കുന്നല്ലേ? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. ഓക്കെ. ഇത് ആസ്കിംഗ് പ്രൈസ് എത്ര ചോദിക്കുന്നത്? ആസ്കിംഗ് പ്രൈസ് ഇത് വരുന്നത് 3,60,000 ചോദിക്കുന്നത്. 3,60,000 കുറച്ച് ചെയ്യാൻ പറ്റും. നെഗോഷ്യബിൾ ആണ്. 3,60,000 നിങ്ങൾ ചോദിക്കണം. കമ്പനി ചോദിക്കാനല്ല, 3,60,000. ഓക്കെ. നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കസ്റ്റമർ വരികയാണെങ്കിൽ ഓക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ കേട്ടോ. പിന്നെ നമ്മളെ KL14 പ്രേക്ഷകർ ഉണ്ട് ഒരുപാട്. അപ്പൊ അവര് വരികയാണെങ്കിൽ നിങ്ങൾ പ്രത്യേക ഡിസ്കൗണ്ട് എന്നല്ല, ഫുള്ള് ഓണത്തിന്റെ എല്ലാം നമുക്ക് പോളിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പിന്നെ എല്ലാം കൊടുക്കേണ്ടി. അപ്പൊ 2017 മോഡല് ചോദിക്കുന്ന വില 3,60,000 ചോദിക്കുന്ന വില. VXi ആണ് ഓപ്ഷൻ വരുന്നത്. വില കുറച്ച് തരും. ഫിക്സ് റേറ്റ് അല്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി, നോക്കിക്കോളി. കിഡ് മോഡൽ എത്രയാണ്? 2019 മോഡൽ അല്ലേ? ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ. എത്ര ഓടിക്കുന്ന വണ്ടി? 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി എന്തുപാട്? നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല നീറ്റാണ്. അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അതുകൊണ്ട് പറഞ്ഞു. സിംഗിൾ ഓണർ വണ്ടിയാണ്. കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള പുതിയ ടയറാണ് വണ്ടി. ഇവിടെ നമ്മളിപ്പോ ഓഫറിൽ ഇപ്പൊ പോളിഷ് ഇന്ത്യയിൽ വാഷൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. വൃത്തിയാക്കിട്ട് കൊടുക്കും. ഏത് വണ്ടിയാണെങ്കിലും ഓണത്തിന്റെ ഓഫർ നമ്മൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇത് ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇത് 3 ലക്ഷം രൂപ. 3 രൂപ ചോദിക്കുന്നത്. 3 ലക്ഷം രൂപ താത്തി കൊടുക്കും. ഫുൾ ലോണിൽ. ഓക്കെ. അപ്പൊ നല്ല സിബിൽ സ്കോർ നല്ല ട്രാക്കുകൾ ഉള്ളവരാണെങ്കിൽ ഫുൾ ലോണിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കിട്ടുമല്ലോ? ഫുൾ ലോണിൽ കിട്ടും. നല്ല ട്രാക്കുകൾ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടും. പിന്നെ 2019 മോഡൽ കിഡിന് ചോദിക്കുന്നത് 3 രൂപയാണ്. വില കുറച്ച് തരും കേട്ടോ. ഓക്കെ. വെറും 54,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി കേട്ടോ. ഓക്കെ. കാർ നോക്കാം. ആൾട്ടോ കാർ. ഇത് മോഡൽ എത്രയാണ്? 2011 മോഡലാണ് അല്ലേ? ഓക്കെ. പിന്നെ ഓപ്ഷൻ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. ഇന്ത്യയിലൊക്കെ അടിപൊളിയാ? കമ്പനി സീറ്റ് ആണ് അല്ലേ? ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കണ്ടീഷനാണ് വണ്ടി. നിങ്ങൾ ബാറ്ററി ഡൗൺ ആണെന്നുള്ള പ്രശ്നം. പുതിയ ബാറ്ററി വെച്ച് നമ്മൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. പുതിയ ബാറ്ററി വെച്ച് പുതിയ ഇൻഷുറൻസ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മളിപ്പോ 1 ലക്ഷം റുപ്യന്റെ വണ്ടി കണ്ടീഷൻ വിശ്വസിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതെ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ പലർക്കും അറിയാം. വണ്ടിക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി, പിന്നെ വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നല്ലേ. അപ്പോ പിന്നെ ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര? 1 ലക്ഷം രൂപ. 1 ലക്ഷം മാറ്റി കൊടുക്കും. പിന്നെ ഒന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വണ്ടിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ബൈക്കുമ്പോൾ പോയിട്ട് ബുദ്ധിമുട്ടുണ്ട് കാർ എടുക്കാൻ പറഞ്ഞ ആവശ്യക്കാർക്കാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അല്ല, കുറെ ആൾക്കാർ അന്വേഷണം എടുക്കുന്നുണ്ട്. കാണുന്ന ആൾക്കാർ ആരെങ്കിലും നോക്കട്ടെ. വന്ന് നോക്കിക്കോളെ കേട്ടോ. ഉണ്ടായുടെ ഇയോൺ നോക്കാം. ഇയോൺ ഇത് എത്ര മോഡലാണ്? 2012 മോഡലാണ് അല്ലേ? ഇത് ഓപ്ഷൻ വരുന്നത് ബേസ് മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ
റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 67,000 കിലോമീറ്റർ 67,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. വണ്ടി വേറെ അപാകതകളൊന്നും വണ്ടി നീറ്റ് ആണ്. ഓക്കെ, ചെറിയ റേറ്റിലൊക്കെ തട്ടുമുട്ട് പരിക്ക് ഒന്നുമില്ല, വണ്ടി നീറ്റ് ആണ്. അല്ല, ഒരു കസ്റ്റമറിനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എന്താണ്? 1,50,000. 1.5 ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അതിന് കുറയാനുണ്ട്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. 1.5 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ 2012 മോഡല് ഉണ്ടായുടെ ഇയോണി ചോദിക്കുന്നത് 1.50 ചോദിക്കുന്നത്. വില കുറച്ച് വരും, ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ റേറ്റ് ആണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. ഒരു ആൾട്ടോ 800 നോക്കാം. ആൾട്ടോ 800 ഇത് മോഡൽ എത്രയാണ്? 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഓട്ടം എത്ര ഉണ്ടാവും? 1,00,000 കിലോമീറ്റർ ഓടിക്കണം. ഒന്നും ഓടിക്കുന്നല്ലേ? വണ്ടി എന്ത് പാട്? ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ, ചെറിയ തട്ടുമുട്ട് പരിക്ക്, എഞ്ചിന് ഗിയർ ബോക്സ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലെ സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയാണ്. ഇവിടെ ഈ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കണ്ടെന്ന് മാത്രമേ അത് നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കും. നമ്മൾ വൃത്തിയാക്കി കൊടുക്കും. ഓക്കെ, അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ, ഇതിന് എന്താണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 1,80,000 ചോദിക്കുന്ന റേറ്റ്. 1.80 ചോദിക്കുന്നത്. പിന്നെ വില മാറ്റങ്ങൾ വരുത്തി കൊടുക്കും. ചെറുതായിട്ട് നിങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. 2014 മോഡൽ 1.80 വരുമ്പോ നല്ല റേറ്റ് കുറവാണ്. 2014 മോഡൽ LXI അല്ലേ? ഓക്കെ, അപ്പോ 2014 മോഡല് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 1.80 ചോദിക്കുന്നത്. വില പിന്നെയും കുറച്ച് തരും. ആവശ്യമുണ്ടെങ്കിൽ വേഗം പോകുന്നോളി. വണ്ടി ചെറിയൊരു സൈഡൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ശരിയാവും. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ചെറുതായിട്ട് നോക്കിയാണ്, ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളി. 1.80 താത്തി തരും കേട്ടോ.